ഹലോ, റീനാസ് ഒഫീഷ്യലിന്റെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് വളരെ വലിയൊരു വിശേഷമാണ് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. UK-യിലുള്ള മലയാളികൾക്ക് മാത്രമല്ല കേട്ടോ, ലോകത്തുള്ള ഏവർക്കും എങ്ങനെ അമേരിക്കയിൽ ഒരു വിസിറ്റിംഗ് പർപ്പസുമായിട്ട് പോകാം, അതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള വിശേഷങ്ങളൊക്കെയാണ്. ദൈവാനുഗ്രഹത്താൽ എനിക്കും എൻ്റെ കുടുംബത്തിനും അമേരിക്കൻ വിസ അപ്രൂവ്ഡ് ആയിട്ട് കിട്ടി, വിസ കയ്യിൽ കിട്ടി. അപ്പോൾ നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയാണ് അമേരിക്കൻ വിസയുടെ പ്രോസസ്സിംഗ് എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വിശേഷം. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇതുവരെ റീനാസ് ഒഫീഷ്യൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ വാ, നമുക്ക് വിശേഷങ്ങൾ കാണാം. ഞാൻ അമേരിക്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പല ഏജൻസികളെ സമീപിക്കുകയുണ്ടായി. നാട്ടിൽ തന്നെ പല ഏജൻസികളോട് ചോദിക്കുകയുണ്ടായി. പക്ഷെ അവർക്ക് നമ്മൾക്ക് ചില ഏജൻസിക്കാരെന്നോട് പറഞ്ഞു എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ അതിന് ഭീമമായ തുക ആവശ്യപ്പെട്ടവരുണ്ട്. എങ്കിൽ പോലും അവർക്ക് 100% ഉറപ്പില്ല നമുക്ക് ഇത് കിട്ടും എന്നുള്ളത്. US വിസ നമുക്ക് മേടിച്ചു തരാൻ അവർക്ക് കഴിയും എന്നുള്ളതിൽ യാതൊരു ഉറപ്പും ഒരു ഏജൻസി നമ്മളോട് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ തികച്ചും ഇത് പേഴ്സണൽ ആയിട്ടാണ് ഞാൻ എടുത്തത്. പിന്നെ ഇത് കുറച്ചെങ്കിലും കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക്, ഈ കാലത്ത് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഇല്ലാത്തവരായിട്ട് ആരുമില്ല. UK-യുടെ വിസ ചെയ്യാൻ അറിയാവുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും US വിസയ്ക്കും അപ്ലൈ ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഇത് അവർ പറയുന്ന കുറേ നിർദ്ദേശങ്ങൾ നമ്മൾ കൃത്യമായി പാലിക്കുക, അത് ഫോളോ ചെയ്യുക എന്ന് ഒഴിച്ചാൽ വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ വരുന്നില്ല. അമേരിക്കൻ വിസ കയ്യിലുണ്ടെങ്കിലുള്ള പ്രയോജനങ്ങൾ, അതായത് ഒരു ഇന്ത്യൻ പാസ്പോർട്ടിൽ അമേരിക്കൻ വിസ അടിച്ചു കിട്ടിയാൽ നമുക്ക് ഒരുപാട് ബെനഫിറ്റ്സുകളാണുള്ളത്. 140 കൺട്രിയിലാണ് നമുക്ക് വിസ ഓൺ അറൈവലായിട്ട് പോകാൻ കഴിയുക. അതുപോലെ ജപ്പാൻ, കാനഡ പോലുള്ള രാജ്യങ്ങളിൽ ഒരു തവണയെങ്കിലും നമ്മൾ അമേരിക്കയിൽ പോയ എൻട്രി വിസ ഉണ്ടെങ്കിലുണ്ടല്ലോ, എത്രയും പെട്ടെന്ന് തന്നെ വിസ അടിച്ച് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. നിങ്ങൾക്കറിയാം, ജപ്പാനിലൊക്കെ പോകാൻ ജപ്പാൻ വിസ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് അമേരിക്കൻ വിസ ഉണ്ടെങ്കിൽ നമ്മുടെ വിസ പ്രോസസ്സിങ് ഭയങ്കര ഈസിയാണ്. ക്വിക്ക്ലി നമുക്ക് വിസ കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടിൽ ഒരു വിസ അടിച്ച് കിട്ടുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് കാണേണ്ടത്. പിന്നെ ഈ ഒരു വിസയിലേക്ക് B1 B2 വിസയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ DS 160 ഫോമാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഇതിന് ചിലവാകുന്ന തുക എന്ന് പറയുന്നത് 20,000 രൂപയിൽ താഴെ നമുക്ക് ചിലവുള്ളൂ. അതായത് പൗണ്ടിൽ പറയാൻ ഏകദേശം ഒരു 170 പൗണ്ടൊക്കെ ആവുന്നുള്ളൂ. ഞങ്ങൾക്ക് 3-4 പേർക്ക് കൂടെ കൊടുത്തിട്ട് 680 പൗണ്ടിൻ്റെ അടുത്ത് ഏകദേശം, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. ഇപ്പോൾ ഒരു 1 ഇയർ ആയല്ലോ നമ്മൾ അപ്ലൈ ചെയ്തിട്ട്. ഒരു 1 ഇയർ കഴിയുമ്പോഴാണ് നമുക്ക് കറക്റ്റ് അപ്പോയിൻമെൻറ്റ് കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. കാരണം അമേരിക്കൻ വിസ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം, നമുക്ക് അപ്പോയിൻമെൻറ്റ് ഭയങ്കര ഡിലേ ആയിരിക്കും. നമുക്കിപ്പോൾ അടുത്ത വർഷം ഒരു ഫംഗ്ഷന് പോകണമെങ്കിൽ ഏറ്റവും നല്ലത് 1 വർഷം മുന്നേയെങ്കിലും അത് അപ്ലൈ ചെയ്യുന്നതാണ്. കാരണം അപ്പോയിൻമെൻറ്റ് കിട്ടാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിലേക്ക് ആഗ്രഹിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പർപ്പസ്ഫുള്ളി പോകേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് നേരത്തെ ചെയ്യുക, ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. തീർച്ചയായിട്ടും അമേരിക്ക പോലുള്ള രാജ്യത്തേക്ക് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള വിസകളുണ്ട് കേട്ടോ. അത് ടൂറിസം വിസയുണ്ട്, അതുപോലെ ജോബുമായിട്ട് ബന്ധപ്പെട്ട വിസകളുണ്ട്, എല്ലാം. പക്ഷെ നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ടൂറിസം വിസയാണ്. അതായത് B1 B2 വിസ. അതിനകത്ത് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട് ടൂറിസം ഓർ മെഡിക്കൽ പർപ്പസ്. അപ്പൊ നമുക്ക് ഈ 2 കാര്യത്തിന് അവർ പറയുന്ന വിസയുടെ പേര് B1 B2 വിസ എന്നാണ്. അപ്പൊ നമ്മൾ ഓൺലൈനിൽ കയറിയിട്ട് തികച്ചും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷനാണ് ഈ വിസയ്ക്കുള്ളത്. അതായത് DS 164 അതിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. ഒരു വിസിറ്റിംഗ് പർപ്പസിനായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ബന്ധുക്കാരോ ഫ്രണ്ട്സോ അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ വിസേനെ നല്ല രീതിയിൽ സ്വാധീനിക്കും. നമുക്കതൊരു പോസിറ്റീവാണ്. ഇനി നമുക്ക് അങ്ങനെ ആരും ഇല്ലെങ്കിൽ പോലും നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. അതെ, ഇനി B1 B2 വിസ, അതായത് DS 160 ഫോമിലേക്ക് എത്തിപ്പെടുന്നതാണ് നമ്മുടെ ഒരു കംപ്ലീഷൻ ഓഫ് വിസ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് കേട്ടോ. കാരണം നമ്മൾ ആപ്ലിക്കേഷൻ എല്ലാം ഫില്ല് ചെയ്ത് ഒരു PDF ഫോം ഈ DS 160 ഫോമിൽ കിട്ടും. ഏകദേശം എൻ്റെ ഇങ്ങനെ ഇരിക്കും അതിൻ്റെ ഫോം എന്ന് പറയുന്നത്. അത് ഞങ്ങൾ ഫാമിലി 4 പേർക്ക് അപ്ലൈ ചെയ്ത PDF ഫോമാണ്. അതുമായിട്ടാണ് നമ്മൾ അപ്പോയിൻമെൻറ്റിന് ചെല്ലേണ്ടത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ അപ്പോയിൻമെൻറ്റ് കിട്ടാനുള്ള ഒരു ഡിലേ ഉണ്ട്. അപ്പോൾ ഈ ഒരു DS 160 ഫോമിൻ്റെ ലാസ്റ്റായിട്ട് നമ്മൾക്ക് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കാണിക്കും. അത് മോസ്റ്റ് പ്രോബബിളി കുറച്ച് 1 ഇയറിനുള്ളിലൊക്കെ ആയിരിക്കും UK-യിലുള്ളവർക്ക്. നാട്ടിലുള്ളവർക്ക് കുറച്ചുകൂടെ ഡിലേ ആണെന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെ ഓരോ സ്ഥലത്തെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവുമല്ലോ.
അപ്പോൾ DS-160 ഫോമിലേക്ക് വരുമ്പോൾ അവർ ഒരുപാട് ക്വസ്റ്റ്യൻസ്, സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഇൻക്ലൂഡിങ് നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിനെ കുറിച്ച് വരെ ചോദിക്കുന്നുണ്ട്. ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നുണ്ടോ, യൂട്യൂബ് യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ അവർ നോക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജോബ് എന്താണ്, നമ്മുടെ ട്രാവലിംഗ് ഹിസ്റ്ററി എന്താണ്, നമ്മളുടെ ആരെങ്കിലും അമേരിക്കയിലുണ്ടോ, നമ്മളെ സ്പോൺസർ ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടോ, അങ്ങനെ എന്നുള്ള കാര്യങ്ങളും. അതല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് പോകുന്നതാണെങ്കിൽ അത് അഫോർഡ് ചെയ്യാനുള്ള ട്രാവലിംഗ് മണി നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് എൻ്റെ ആൻറ്റി അവിടെ ഉണ്ടായിരുന്നു. ആൻറ്റിയുടെ ജോബ്, ആൻറ്റി എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, എത്ര വർഷമായിട്ട് അമേരിക്കയിലുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റർ ചെയ്യേണ്ട വന്നിരുന്നു. അതുപോലെ ആൻറ്റി എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ. ഇതിനകത്ത് പല കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം നമ്മുടെ വിസേനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിലുണ്ടോ അത്രയും നല്ലതാണ്. തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഒരു റെഫറൻസ് നമുക്ക് തരുവാണെങ്കിൽ, ഇപ്പം ആരെങ്കിലും അമേരിക്കയിലുണ്ടെന്ന് വിചാരിച്ചു, അവർ പറയുകയാണ്, ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ അവർ നമുക്ക് തരുവാണെങ്കിൽ അതൊക്കെ അപ്പോയിൻമെന്റ് ടൈമിൽ കാണിച്ചാൽ അതൊക്കെ നമ്മളുടെ വിസേനെ ഗുണം ചെയ്യും. അത് ഡിപ്പെൻസ്, നമ്മൾ ഇന്റർവ്യൂവിന് പോയിരിക്കുന്ന, നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ടാവും, ആ ഇന്റർവ്യൂവിന് പോയിരിക്കുമ്പോൾ ആ വ്യക്തി ചോദിക്കുന്ന ഡിപ്പെൻസ് ആണ് കേട്ടോ. എന്നോട് ഒന്നും ചോദിച്ചില്ല. മേ ബി നമ്മൾ UK വർക്ക് ചെയ്യുന്ന ഒരാളാണ്, നമുക്ക് NHSന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നു, തീർച്ചയായിട്ടും നമുക്ക് സ്പോൺസർ ചെയ്യാൻ അവിടെ ഒരാളുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും അവർ ചോദിച്ചില്ല. നമുക്ക് അപ്പോൾ തന്നെ പറയും നമ്മുടെ വിസ അപ്രൂവ്ഡ് ആണോ ഇല്ലയോ എന്ന് ഓൺ ദ സ്പോട്ടിൽ അറിയാൻ പറ്റും. അവർ നമ്മളോട് പറയും യുവർ വിസ ഈസ് അപ്രൂവ്ഡ്. ഇനി അല്ലെങ്കിൽ റിജക്റ്റഡ് ആണെങ്കിൽ റിജക്റ്റഡ് ആണെന്നും അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ DS-160 ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ജെന്യുവൻ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഒരു കാരണവശാലും അതിനകത്ത് ഫേക്ക് ആയിട്ടൊന്നും ചെയ്യരുത്. തീർച്ചയായിട്ടും ആ വിസ നമുക്ക് റിജക്ഷൻ ആയി പോകും. അതുകൊണ്ടാണ് നമ്മളുടെ ജോബ് കാര്യങ്ങളും ഒക്കെ ഓക്കെയാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് UK മലയാളികൾക്ക് നല്ലൊരു ശതമാനം വിസ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ട്രാവലിംഗ് ഹിസ്റ്ററി ഓക്കെയാണ്. നമ്മൾ UK നമ്മൾ നല്ലൊരു ജോബിലാണ്. ഇപ്പോൾ ഗവൺമെൻറ് നേഴ്സസ് ഒക്കെയാണ്, അല്ലെങ്കിൽ വേറെ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ അവിടെ ഒരു ടൂറിസം പർപ്പസുമായിട്ട് പോകുന്ന ഒരു ജെനുവിൻ പർപ്പസാണ് എന്ന് പ്രൂവ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിസ കിട്ടും. അതുപോലെ തന്നെ നാട്ടിലുള്ളവർക്കായാലും നാട്ടിൽ നിന്നും വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവരുണ്ട്. ജെനുവിൻ ആയിട്ടുള്ള ഒരു റീസൺ, അതായത് നമുക്കൊരു നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ജോബ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടൂറിസം പർപ്പസിനായിട്ട് അപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല കേട്ടോ, നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. ഇങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ടെന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ് കേട്ടോ. ഞാൻ നോർത്തേൺ അയർലൻഡ് ബെൽഫാസ്റ്റിലാണുള്ളത്. തീർച്ചയായിട്ടും ഇവിടെയും US എംബസി ഉണ്ട്, പക്ഷേ ഡേറ്റ് കിട്ടാൻ, അതായത് നമുക്ക് അപ്പോയിൻമെന്റ് ഡേറ്റ് ഭയങ്കര ഡിലേ ആയിരുന്നു. ഒരുപാട് ഒരു 1 ഇയറിന് മുകളിലാണ് ഇവിടെ ഡേറ്റ് കാണിച്ചത്. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, ഇംഗ്ലണ്ടിലാണ്, UK എടുത്തത്. എനിക്ക് ഒരു 6 മന്തിനുള്ളിൽ ഞാൻ ഒരു മെയിൽ അപ്ലൈ ചെയ്തു. എനിക്ക് ഡിസംബർ 2-ാം തീയതി ആയിരുന്നു അപ്പോയിൻമെന്റ് കിട്ടിയത് UK. അങ്ങനെ ഞങ്ങൾ UK പോവുമായിരുന്നു. അപ്പോയിൻമെന്റ് കിട്ടി. അവിടെ ചെല്ലുമ്പോൾ ദയവ് ചെയ്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പോയിൻമെന്റ് ടൈം എന്ന് പറയുന്നത് 8:30 ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ തീർച്ചയായിട്ടും കറക്റ്റ് 8:30 അവിടെ ചെല്ലുക, അപ്പോയിൻമെന്റ് ജോയിൻ ചെയ്യുക, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചിട്ട് പോകുന്നത്. പക്ഷേ എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ക്യൂ ആയിരുന്നു അവിടെ ഞാൻ കണ്ടത്. ഞാൻ 8:30 ഇന്റർവ്യൂവിന് 7:45 അവിടെ ചെന്നു, എംബസി ചെന്നു. നോക്കിയപ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു 150-ലധികം ആൾക്കാർ ഇന്റർവ്യൂവിനുണ്ട്. അന്ന് ഞാൻ സത്യത്തിൽ റിയലൈസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, അമേരിക്ക പോലെയുള്ള രാജ്യത്തിലേക്ക് പോകാനായിട്ട് ഇത്രയധികം ആൾക്കാർ ആഗ്രഹിച്ച് ഒരുങ്ങുന്നുണ്ടെന്നൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര ഇതായിട്ട് തോന്നും. കാരണം ഞാൻ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. കാരണം ഒരു ഇന്റർവ്യൂവിന് നിൽക്കുന്ന ക്യൂ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ നിൽക്കുന്നത് പോലെയാണ്. ഭയങ്കര വലിയ, ഇത്രയും ആൾക്കാർ ആ ദിവസത്തെ ഈ ടൈമിനുള്ളിൽ ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്തെന്നല്ലേ അതിൻ്റെ അർത്ഥം. നമുക്ക് ഇന്റർവ്യൂ ഡേറ്റ് വരും, നമ്മൾ എടുത്തല്ലോ, നമ്മുടെ അപ്പോയിൻമെന്റ് ഡേറ്റിലാണ് നമ്മുടെ ഇന്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ എംബസിയിൽ നിന്ന് നമുക്ക് ഒരാഴ്ച മുന്നേ തന്നെ മെയിൽ വരും കേട്ടോ, ഇന്ന ദിവസം നിങ്ങൾക്ക് ഇന്റർവ്യൂ ഉണ്ട്, അപ്പോയിൻമെന്റ് ആണ്, ഇത്ര ടൈമിലാണ്, നിങ്ങൾ അരമണിക്കൂർ മുന്നേ വന്നിരിക്കണം എന്നൊക്കെയുള്ള മെയിലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ ലാസ്റ്റ് 2 ദിവസം മുന്നേ വന്ന മെയിലിനകത്ത് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങിയ ഒരു ബാർകോഡ്, അവർക്ക് അവിടെ ചെല്ലുമ്പോൾ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാർകോഡ് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ ഒരു PDF വരുന്നുണ്ട്. അത് നിങ്ങൾ പറ്റുമെങ്കിൽ പ്രിന്റ് എടുത്ത് പോവുക. ഇനി മൊബൈലാണെങ്കിൽ ഓക്കെയാണ്, മൊബൈൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. ഞാൻ പ്രിന്റ് ഔട്ട് എടുത്താണ് പോയത്. അതുപോലെ തന്നെ നമ്മുടെ DS-160 ഫോമും നമ്മൾ എല്ലാ ആപ്ലിക്കേഷനും കൊടുത്തു കഴിയുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടൊരു PDF DS-160 ഫോം നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ അതും പ്രിന്റ് ഔട്ട് ഡെഫിനറ്റ്ലി DS-160 ഫോം നമ്മൾ എടുത്തിരിക്കണം.
പിന്നെ നമ്മുടെ പാസ്പോർട്ട്. ഇതല്ലാതെ വേറൊന്നും ഈ ഒരു ആപ്ലിക്കേഷൻ ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വന്നതിൽ വിട്ടുപോയൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ ഈ DS-160 ഫോം ഫില്ല് ചെയ്യുമ്പോൾ 2x2 സൈസിലുള്ള ഫോട്ടോയാണ് കേട്ടോ നമ്മുടെ ഫോമിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഇന്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ വലിയൊരു ക്യൂ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, നിങ്ങൾക്കിപ്പം തന്നിരിക്കുന്ന അപ്പോയിൻമെന്റ് ടൈം 8:30 അല്ലെ 9 മണിയാണെങ്കിൽ 1 മണിക്കൂർ മുന്നേ എങ്കിലും അവിടെ ചേരാനായിട്ട് ശ്രമിക്കുക. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ മിക്ക സ്ഥലത്തും എൻ്റെ എക്സ്പീരിയൻസ് ഇതായിരുന്നു. നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കുവേ, അയ്യോ എനിക്ക് അപ്പോയിൻമെന്റ് സമയത്ത് കിട്ടുമോ, ഒക്കെ നടക്കും, എന്നാലും ചുമ്മാ നമുക്കൊരു ടെൻഷൻ തോന്നും. കാരണം വലിയൊരു ക്യൂവിൽ വന്ന് നിൽക്കുമ്പോഴേ കറക്റ്റ് സമയത്ത് തന്നെ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ടെൻഷൻ ചെറുതായിട്ടായാലും എനിക്ക് വന്നിരുന്നു. പക്ഷേ നമ്മളവിടെ ആ ക്യൂവിൽ 8:30 മുന്നായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന പലരും 8 മണിക്കാരും 8 മണിക്കാരും 8:15 7:30 8:15 ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും സെയിം ക്യൂവിൽ തന്നെയായിരുന്നു. അങ്ങനെ ആ ഒരു ക്യൂവിൽ വന്ന് നിൽക്കുമ്പോൾ ആദ്യം തന്നെ എൻ്റെ കാര്യത്തിലുണ്ടായെന്ന് വെച്ചാൽ, ഞങ്ങളുടെ കാര്യത്തിലുണ്ടായെന്ന് വെച്ചാൽ, അവർ DS-160 ഫോമും പിന്നെ ഈ പറഞ്ഞ അവർ മെയിൽ അയച്ച ആ പ്രിന്റഡ് ഫോമും നമ്മുടെ പാസ്പോർട്ടും ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ക്യൂവിലേക്ക് പറഞ്ഞു വിടും. ആ രണ്ടാമത്തെ ക്യൂവിൽ നടക്കുന്നത് സെക്യൂരിറ്റി ചെക്കിംഗ് ആണ് കേട്ടോ. നമ്മൾക്ക് എന്തെങ്കിലും നമ്മൾ ലാപ്ടോപ്പോ അങ്ങനെ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ബാഗിൽ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, എയർപോർട്ടിൽ ചെക്ക് ചെയ്യുന്നത് പോലെ തന്നെ നമ്മളെ സെക്യൂരിറ്റി കംപ്ലീറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ബാഗിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായ സെക്യൂരിറ്റി ചെക്കിംഗ് ആണ്. അതിനുശേഷമാണ് നമ്മുടെ എംബസിയുടെ അകത്തേക്ക് കയറ്റി വിടുന്നത്. അങ്ങോട്ട് കയറി കഴിയുമ്പോൾ മൂന്നാമത്തെ ക്യൂവിൽ നിന്ന് കഴിഞ്ഞ് ചെക്ക് ചെയ്യുന്ന പറഞ്ഞാൽ അവർ നമ്മൾ ഏത് സെക്ഷനിലേക്കാണ് പോകേണ്ടത് എന്നുള്ള ഒരു ഫോം നമുക്ക് തരും. അതായത് നെക്സ്റ്റ് ചെക്കിങ്ങിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ പാസ്പോർട്ട് ചെക്ക് ചെയ്യുന്നു, അതുപോലെ നമ്മുടെ ഫോട്ടോ വെരിഫിക്കേഷനാണ്. അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഇത് അപ്ലോഡ് ചെയ്ത സമയത്ത് എടുത്ത സെയിം, അതായത് അവരതിനകത്ത് പറയുന്നുണ്ട് 6 മന്തിനുള്ളിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണം. അപ്പം ഞങ്ങൾ എടുത്ത ഫോട്ടോ കറക്റ്റ് 6 മന്ത് വാലിഡ് ആയിരുന്നു. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്തില്ല. ഞങ്ങളോട് അവിടുന്ന് തന്നെ വേറെ ഫോട്ടോ സെക്ഷനിൽ എടുക്കണം എന്ന് പറഞ്ഞാൽ, അങ്ങനെ 4ാമത്തെ ക്യൂവിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളെ 5ാമത് അവിടുന്ന് തന്നെ 2x2, പ്രത്യേകം ശ്രദ്ധിക്കണം, 2x2 സൈസ് ഫോട്ടോയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ 4 പേരുടെയും ഫോട്ടോ ഞങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നു. ഒരാളുടെ ഒരു ഫോട്ടോയ്ക്ക് 5 പൗണ്ട് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ 2 കോപ്പി വെച്ച് ഒരാൾക്ക് 10 പൗണ്ട് വെച്ച് ഇങ്ങനെ 40 പൗണ്ട് അവിടെ എക്സ്ട്രാ നമുക്കായി. വലിയ എമൗണ്ട് എന്നല്ല ഞാൻ പറയണം, അതൊരു വേസ്റ്റ് ഓഫ് മണി ആയിപ്പോയി. കാരണം നമുക്കതൊക്കെ ഇവിടുന്ന് നേരത്തെ സെറ്റ് ചെയ്ത് പോകാമെന്നുണ്ടായതുള്ളൂ. പിന്നെ നമുക്ക് ചുമ്മാ നമ്മുടെ ടൈം വേസ്റ്റും ആയി. അങ്ങനെ അവിടുന്ന് വീണ്ടും എല്ലാം അവിടെ ഉണ്ടെന്നുള്ളതൊരു വലിയ കാര്യം കേട്ടോ. അത് നമ്മൾക്കില്ല എന്നാൽ തിരിച്ചു വെക്കോ അങ്ങനെയൊന്നുമില്ല. അവിടെ എംബസി തന്നെ അത് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുത്തു. പിന്നെ വന്ന് ഫോട്ടോ എടുത്തതിന് ശേഷം ബയോമെട്രിക്കിലേക്കാണ് 5, 3, 4, 5, 6ാമത്തെ ഫോട്ടോ 5 ആയിരുന്നു. 6ാമത്തെ ക്യൂവിലേക്ക് പോകുന്നു. 6ാമത്തെ ക്യൂവിൽ നിന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ ബയോമെട്രിക് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ബയോമെട്രിക് എടുക്കുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്നു. അതാണ് നമ്മുടെ ടിക് 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 എന്ന് പറഞ്ഞ് നമ്മുടെ നെഞ്ചടിക്കും. നമ്മൾ വിചാരിക്കും ഭയങ്കര ഇന്റർവ്യൂ ആണ്, എങ്ങനെ ഇതിനെ അറ്റൻഡ് ചെയ്യും. സ്വാഭാവികമായിട്ടും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ചെറിയ ടെൻഷൻ എത്ര ധൈര്യമുള്ളവർക്കും ഉണ്ടാവും അല്ലേ. സെയിം ഞങ്ങളുടെ ഫീലിങ്സും അതൊക്കെ തന്നെയായിരുന്നു. ലാസ്റ്റ് 8ാമത്തെ ക്യൂവിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതായിരുന്നു ഞങ്ങളുടെ ഇന്റർവ്യൂ ക്യൂ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇന്റർവ്യൂവിന് വന്ന് നിന്നു. ഞങ്ങളെ വിളിച്ചു ഒരു മാന്യനായ മനുഷ്യൻ, അങ്ങനെ ഞാൻ പറയുള്ളൂ, കാരണം ഞങ്ങൾക്ക് വിസ കിട്ടിയല്ലോ. ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു. അപ്പം ഞങ്ങൾ വന്നു. അവർ ഞങ്ങളോട് എന്തിനാണ് പോകുന്നത്, അമേരിക്കയ്ക്ക് പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ കല്യാണം കൂടാൻ പോകാനാണ് എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ആൻറ്റിയുടെ വെഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നു, അപ്പോൾ അതും പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ ട്രസ്റ്റിൻ്റെ അണ്ടറിൽ നഴ്സായിട്ട് നോർത്തേൺ അയർലൻഡിൽ വർക്ക് ചെയ്യുന്നു പറഞ്ഞു. അപ്പം ഹസ്ബൻഡിനോട് ചോദിച്ചു, സാർ താങ്കൾ എന്താണ് ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഞാനിങ്ങനെ ഷോപ്പിൽ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ മാൾട്ടയിലായിരുന്നല്ലേ എന്ന് ചോദിച്ചു. ട്രാവലിംഗ് ഹിസ്റ്ററി ഉണ്ടല്ലോ, എല്ലാം ഈ DS-160 ഫോമിൽ ഉണ്ടല്ലോ. അപ്പോൾ ട്രാവലിംഗ് ഹിസ്റ്ററി അതെ ഞാൻ പറഞ്ഞു ഞാൻ മാൾട്ടയിൽ 6 വർഷം നഴ്സായിട്ട് വർക്ക് ചെയ്തതാണ്. സോ അത്രയൊക്കെ എന്നോട് ചോദിച്ചുള്ളൂ. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ എൻ്റെ ഒരു വിസ എങ്ങാനും റിജക്റ്റ് ആവാൻ സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് കൊടുക്കണമല്ലോ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു കുട്ടികളുടെ ഇതുണ്ട്, എൻ്റെ റെഫറൻസ് ഉണ്ട്, കാണിക്കട്ടെ എന്ന് ചോദിച്ചു. പറഞ്ഞു നോ
ഇറ്റ്സ് ഓക്കെ, യുവർ വിസ ഈസ് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഭയങ്കര സന്തോഷത്തിൽ അവിടെ നിന്ന് തന്നെ നമ്മൾ ഹാപ്പി ആയി. കാരണം നമ്മൾക്ക് ഒരു റിസൾട്ട് അപ്പോൾ തന്നെ അറിയാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമല്ലേ. റിജക്റ്റ് ആയോ ഇല്ലയോ എന്നൊന്നും ഉള്ള ടെൻഷൻ അങ്ങനെയൊന്നും വേണ്ടല്ലോ. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു വിസ അപ്രൂവ്ഡ് ആണെന്ന് പറഞ്ഞു. വിസ കിട്ടി എന്നുള്ള സന്തോഷത്തോടു കൂടി തന്നെയാണ് UK നിന്ന് നോർത്തേൺ അയർലൻഡിലേക്ക് പോരാൻ കഴിഞ്ഞത്. അന്ന് വൈകുന്നേരം തന്നെ എംബസിയിൽ നിന്ന് മെയിൽ വന്നു, നിങ്ങളുടെ വിസ അല്ലെങ്കിൽ പാസ്പോർട്ട് അവിടുന്ന് അവർ സെൻഡ് ചെയ്തിട്ടുണ്ടെന്ന്. നമുക്ക് DS-160 ഫോം ഫില്ല് ചെയ്യുമ്പോൾ തന്നെ അവർ ചോദിക്കുന്നുണ്ട്, നമ്മൾ ഈ ഇന്റർവ്യൂ കഴിയുമ്പോൾ ഈ സാധനം, ഈ പാസ്പോർട്ട് എങ്ങോട്ടാണ് അയക്കേണ്ടതെന്ന്. അപ്പം നമുക്കൊരു പർട്ടിക്കുലർ പ്ലേസ് പറയാം. ഞാൻ കൊടുത്തത് ബെൽഫാസ്റ്റിൻ്റെ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ അവിടെ പോയി കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അങ്ങനെ പിറ്റേ ദിവസം തന്നെ പോയി കളക്ട് ചെയ്യാനൊക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കൊക്കെ ഒരു ജീവിതമുള്ളൂ. ട്രാവലിംഗ് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഇത്തരം അവസരങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കൻ വിസ ഒരു ഇന്ത്യൻ പാസ്പോർട്ടിൽ അടിച്ചു കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന വലിയൊരു ബെനിഫിറ്റാണ്. കാരണം പ്രത്യേകിച്ച് ട്രാവലിംഗ് ആഗ്രഹിക്കുന്നവർക്ക് 140 രാജ്യങ്ങളിൽ ഒരു വിസ ഇല്ലാതെ ട്രാവൽ ചെയ്യാൻ കഴിയുക. പിന്നെ ജപ്പാൻ പോലെ അല്ലെങ്കിൽ കാനഡ പോലെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പെട്ടെന്ന് വിസ കിട്ടുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബെനിഫിറ്റ് യൂസ് ചെയ്യണം. നമുക്കൊക്കെ കുഞ്ഞു ജീവിതമല്ലേ ഉള്ളൂ, മാക്സിമം എൻജോയ് ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുക. റീനാസ് ഒഫീഷ്യലിൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. അമേരിക്കയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇത്തരം നല്ല നല്ല വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇനി അമേരിക്കയിൽ ചെന്നിട്ടുള്ള എൻ്റെ വിശേഷങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. അപ്പോൾ ഇതുവരെ നൽകിയ സപ്പോർട്ടിന് നന്ദി. എല്ലാവർക്കും ശുഭദിനം. താങ്ക്